മുസ്ലിം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോൾ പ്രസംഗം നിർത്തി ബി.ജെ.പി. ദേശീയ നേതാവ് പ്രകാശ് ജാവേദ്കർ. പൊന്നാനി മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരൂർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് സംഭവം. പ്രസംഗം നിർത്തിയ ശേഷം നമ്മുടെ രാജ്യം എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്നതായി പ്രകാശ് ജാവേദ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കുന്ന അതിവേഗ വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളവും മാറുകയാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. പ്രഭാരി പ്രകാശ് ജാവേദ്കർ. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മോദി സർക്കാരിന്റെ വികസന പദ്ധതികളുടെ പ്രയോജനം ലഭിക്കുകയാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് മുതൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം പുരോഗതിയിലേക്ക് അതിവേഗം കുതിക്കുമ്പോൾ കേരളം പുറം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിദ്യാസമ്പന്നരായ കേരളത്തിലെ യുവജനതയ്ക്ക് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ അവസരമില്ല. പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതോടെയാണ് യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാസാവസാനത്തിന് ഒരു ദിവസം മുമ്പേ ശമ്പളവും പെൻഷനും ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒട്ടനവധി പദ്ധതികൾ അനുവദിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ പോലുള്ള വൻ പദ്ധതികൾ നടപ്പിലാക്കാൻ മോദി സർക്കാർ വരേണ്ടി വന്നു. ദേശീയപാതയുടെ വികസനം അതിവേഗ പുരോഗമിക്കുകയാണ്. അടുത്ത വിഷു പെരുന്നാൾ കാലത്ത് കേരളത്തിൽ 6 വരിപ്പാത യാഥാർത്ഥ്യമാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മാഹി തുടങ്ങിയ ബൈപ്പാസ് റോഡുകൾ പൂർത്തിയാക്കി കഴിഞ്ഞെന്നും പ്രകാശ് ജാവേദ്കർ ചൂണ്ടിക്കാട്ടി. ഇടത് വലത് മുന്നണികൾക്ക് വോട്ട് നൽകിയാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി വിജയിച്ചാൽ അവർ മന്ത്രിയാകും. പൊന്നാനിയുടെ വികസനത്തിന് അഡ്വക്കേറ്റ് നിവേദിതയെ വിജയിപ്പിക്കണമെന്നും പ്രകാശ് ജാവേദ്കർ അഭ്യർത്ഥിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് N. അനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് രവിതേലത്ത്, ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. ജനചന്ദ്രൻ, ഗീതാ മാധവൻ, K. നാരായണൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ നിർമ്മല കുട്ടികൃഷ്ണൻ, വയ്യാട്ട് ഭരതൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് N. അനിൽകുമാർ, OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് M.K. ദേവിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് പാറശ്ശേരി, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസ് കുറ്റിയിൽ, ഡോക്ടർ കുമാരി സുകുമാരൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് കള്ളിയത്ത് സത്താർ ഹാജി, ബി.ജെ.പി. തിരൂർ മണ്ഡലം പ്രസിഡന്റ് രമ ഷാജി, തിരുനാവായ മണ്ഡലം പ്രസിഡന്റ് അനീഷ് കുറ്റിയിൽ, ജനറൽ സെക്രട്ടറിമാരായ ശശി കുറുകയിൽ, P.P. രാമചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.